സന്നിധാനത്ത് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സന്നിധാനത്തേക്ക് ഇനി എത്തുന്ന തീർത്ഥാടകരിൽ പലരും ഈ മകരവിളക്ക് ദർശിച്ചതിന് ശേഷം ആയിരിക്കും തിരികെ പോവുക. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുക, ഇനി അനുഭവപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്കായി ദേവസ്വം ബോർഡിന്റെ ക്യാമറ കണ്ണുകളും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. 245 അത്യാധുനിക ക്യാമറകൾ ആണ് ദേവസ്വം വിജിലൻസ് സ്ഥാപിച്ചിട്ടുള്ളത്. ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ കൺട്രോൾ റൂമിന് പുറമെയാണ് ദേവസ്വം ബോർഡും ആധുനിക സജ്ജീകരണങ്ങളുമായി നിരീക്ഷണ കേന്ദ്രം ഒരുക്കിയത്. സന്നിധാനത്തിന് പുറമെ പമ്പയിലും നിലയ്ക്കലുമായി 245 ക്യാമറകളാണ് സ്ഥാപിച്ചത്. സന്നിധാനത്ത് മരാമത്ത് കോംപ്ലക്സിലാണ് കൺട്രോൾ റൂം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയുന്നത് പോലെ ലക്ഷോപലക്ഷം ആളുകളാണ് ഓരോ ദിവസവും ശബരിമലയിലേക്ക് വന്നു പോകുന്നത്. അവരുടെ സുരക്ഷയും അവരുടെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡിനും സർക്കാരിനും അതിപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വളരെ കാലമായി പോലീസ് ഞങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സുസജ്ജമായൊരു കൺട്രോൾ റൂം. പോലീസിന് അവരുടേതായ സിസ്റ്റം ഉണ്ട് എങ്കിൽ പോലും ഈ മേഖലകളിലെല്ലാം നിലയ്ക്കൽ, പമ്പ, സന്നിധാനത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലത്തും ശക്തമായ നിരീക്ഷണം ആവശ്യമാണെന്ന് ആവശ്യപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സുസജ്ജമായ ക്യാമറ സംവിധാനം, കൺട്രോൾ റൂം സംവിധാനം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലാണ് കൺട്രോൾ റൂം സ്ഥാപിച്ചത്. പോലീസിന്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ബോർഡ് തീരുമാനിച്ചത്. മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഉൾപ്പെടെയുള്ളവരും സന്നിധാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 സന്നിധാനം.